ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുറച്ച് അധികം കലക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് പ്ലാൻ ആക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വയ്യാഞ്ഞ കാരണം ഇത് നീട്ടിക്കൊണ്ട് പോയതാണ്. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ച് ഞാൻ പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല. യൂട്യൂബിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കസ്റ്റാർഡ് പൗഡർ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചായി. എന്തെങ്കിലും നോമ്പ് തുറയും കാര്യങ്ങളും വെക്കുമ്പോഴത്തേക്കും എടുക്കാമെന്നും പറഞ്ഞായിരുന്നു. ആ സമയത്ത് അവൾമാർ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആലിയ മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി തണ്ണിമത്തങ്ങയൊക്കെ അരിയുന്നുണ്ടായിരുന്നു. ഞാനപ്പുറത്ത് ബോക്സ് ഷവർമാക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുമായിരുന്നു. അവൾമാരെല്ലാവരും കൂടെ വന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷവർമ ബോക്സ് ആക്കി വെച്ച് പിന്നെ ആ ഫില്ലിങ്ങിൽ തന്നെ ഞാൻ സമൂസായും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആയിട്ട് ഞാനത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞപ്പോഴത്തേക്കും കസ്റ്റാർഡിനകത്തോട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച പാലിനകത്തോട്ട് ഈ പൗഡർ ഇടുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ടൈം ഇല്ലാത്ത കാരണം കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ എടുത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടൈമായി വന്നപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആയിട്ട് മാങ്ങയും തണ്ണിമത്തനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഹബത്തിക്ക സർബത്തും കസ്റ്റാർഡും പിന്നെ നാരങ്ങ വെള്ളം കലക്കിയത് ഈന്തപ്പഴവും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാലിഹ വന്നപ്പോഴത്തേക്കും കുറച്ച് ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിസാനമായിട്ട് പരിപ്പ് വടയും കട്ട്ലേറ്റും മുളക് വടയും പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ട് ഷവർമ ബോക്സും സമൂസായും ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അൽറീമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് അൽറീമിൽ ഡൈനിങ് ഇല്ല, സെൽഫ് സർവീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.